നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്നാക്ക് റെസിപ്പി നോക്കാം കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാം, നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. ഇതൊരു പൊടി ഇഡ്ഡലി റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഡ്ഡലി വേണം. ഞാനിവിടെ മിനി ഇഡ്ഡലി സെറ്റിൽ ചെറിയ ഇഡ്ഡലീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ ഇഡ്ഡലീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഡ്ഡലി തന്നെ ആദ്യം നെടുകെ കീറി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഓരോ പീസിനെ വീണ്ടും മൂന്നായിട്ട് കട്ട് ചെയ്ത് ഒരു ഇഡ്ഡലിയിൽ നിന്ന് 6 പീസായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ചെറുതായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇഡ്ഡലി പൊടി വേണം. അതിൽ കുറച്ച് ഓയിൽ ചേർത്ത് വച്ചിട്ടുണ്ട്. ഇഡ്ഡലി പൊടിയുടെ റെസിപ്പി എൻ്റെ ചാനലുണ്ട്, ഞാനത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് താഴെ ഇടാം, ചെക്ക് ചെയ്തോളൂ. പിന്നെ താളിക്കാനായിട്ട് കടുക്, ഉഴുന്ന്, കുറച്ച് വറ്റൽമുളക്, നെയ്യ് വേണം. ആദ്യം നമുക്ക് ഈ ഇഡ്ഡലി എടുത്തിട്ട് നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കാം. ഈ നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയാണ് കേട്ടോ. ഒരു അൺസോൾട്ടഡ് ബട്ടറിൽ നിന്ന് ഹോം മെയ്ഡായിട്ട് ചെയ്ത ഗീയാണ്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലുണ്ട്. ഇതിൻ്റെയും റെസിപ്പി ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം കേട്ടോ. ടൈം കിട്ടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമുക്ക് ഇഡ്ഡലി പൊടി എണ്ണ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇഡ്ഡലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഒരുപോലെ മിക്സ് ആവുന്നത് പോലെ ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം. ഓരോരോ പീസും ഇതിൽ നിന്ന് നമ്മൾ ഈ പൊടിയിലിങ്ങനെ മുക്കി പുരട്ടി മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാ പീസും നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനിയുള്ള പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇനി നമുക്ക് ഈ പൊടി ഇഡ്ഡലി ചെയ്യാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ഞാനിവിടെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് ഉഴുന്ന് ചേർക്കുന്നുണ്ട്. കാര്യം ഈ ഉഴുന്ന് ഇതിൽ കടിക്കാൻ കിട്ടുന്ന ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇടണം കേട്ടോ. എൻ്റെ കയ്യിൽ പച്ചമുളകും ഇല്ല, കറിവേപ്പിലയും ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് വറ്റൽ മുളകാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. കറിവേപ്പിലയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പിക്ക് വളരെ നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് കറിവേപ്പിലയും കിട്ടാനില്ല, പച്ചമുളകും കിട്ടാനില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഈ റെസിപ്പി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ഇഡ്ഡലി പൊടിയും ഗീയും ഇഡ്ഡലിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇനി ഇത് ഓരോരോ പീസായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എണ്ണ കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ മാതിരി ആക്കിയിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റിർ ഫ്രൈ മാതിരിയാണ് ചെയ്യുന്നത്. ഇനി പ്ലേറ്റിൽ കുറച്ചുകൂടെ പൊടി ബാക്കിയുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓരോരോ പീസായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് രണ്ട് സൈഡിലും ഒരു തവണ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉഴുന്നും കടുകും എല്ലാം ഓരോ ഇഡ്ഡലിയിലും മിക്സായിട്ട് നമുക്ക് കിട്ടും. പിന്നീട് നമുക്കതൊന്ന് നമ്മൾ നോർമലി ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ രണ്ട് സൈഡും ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മുടെ പൊടി ഇഡ്ഡലി റെഡി ആയി കഴിഞ്ഞു. രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, വേഗത്തിൽ ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് മേലെ 1 ടീസ്പൂൺ നെയ്യൂടെ ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോം മെയ്ഡ് ഗീ ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിത് ഒഴിച്ച് കൊടുത്തോണ്ടേ ഇരിക്കും, എത്രയായാലും കഴിച്ചാലും മതിയാവില്ല. 1 ടീസ്പൂൺ നെയ്യൂടെ ഞാനിതിന് മേളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, അതങ്ങനെ ഉരുകിക്കോളും അതിൽ. പിന്നെ ഒരു 2 ലെമൺ സ്ലൈസോടെ വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി പൊടി ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. ഇത് ഇഡ്ഡലി ബാക്കി നമ്മൾ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ, കമൻസിലിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ.